ഗോപാലിന്റെ കാശിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന അവൾ കരുതിയിരിക്കുന്നെ. ആ തെറ്റിദ്ധാരണ എനിക്ക് മാറ്റിയേ പറ്റൂ. സ്വപ്ന എന്താ ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായതല്ലേ. ഇനി മഹിമയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. സ്വപ്നയോട് പ്രതികാരം ചെയ്തിട്ട് എന്താ നേട്ടം? കണക്ക് തീർത്തതിന്റെ ആശ്വാസം കിട്ടും. നേരായ വഴിക്ക് അവളെ നേരിടാൻ മാത്രമേ നിയമത്തിന്റെ തടസ്സമുള്ളൂ. അല്ലാതെ അവളെ വീഴ്ത്താൻ 100 വഴികളുണ്ട്. എന്ത് ചെയ്യാനാ നിന്റെ പരിപാടി? അത് ഞാൻ ഗിരിയേട്ടനോട് പറയില്ല. എന്തുപറ്റി? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? വിശ്വാസമുണ്ട്. സ്വന്തം ചോരയ്ക്കൊരു ആപത്ത് സംഭവിക്കുമെന്നറിഞ്ഞ ഗിരിയേട്ടൻ ഉറപ്പായും തടയുമെന്ന വിശ്വാസമുണ്ട്. അത് ഗിരിയേട്ടന്റെ നല്ല മനസ്സ് കാരണോ. സ്വപ്ന എത്ര ബുദ്ധിമുട്ടിച്ചാലും ചതിച്ചാലും ഗിരിയേട്ടൻ അവളെ സംരക്ഷിക്കും. സ്വപ്നേക്കാളും ബുദ്ധിയുള്ള ആരും ഈ നാട്ടിലില്ലെന്നല്ലേ അവളുടെ വിചാരം. അവളെ കൊടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മാഡം നമസ്കാരം. മാഡം ഗോവിന്ദ, കൃത്യസമയത്ത് തന്നെ എത്തിയല്ലോ. അതെനിക്ക് പണ്ടേയുള്ള ശീല. ഒരു സമയം പറഞ്ഞ അതിനപ്പുറവും ഇപ്പുറവും ഇല്ല. മയക്കുമരുന്ന് വിൽക്കുന്ന ആൾക്കാര് ഇത്രയും അച്ചടക്കമുള്ളവരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അയ്യോ മാഡം, അതൊക്കെ പണ്ട്. മാഡം പിടിച്ച് ഉപദേശിച്ചതിന് ശേഷം ഞാൻ ആ ഫീൽഡ് വിട്ടു. ഇപ്പോൾ സ്വന്തമായി ഒരു ഹോട്ടൽ നടത്തുക. കുറച്ച് ലോണൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അടച്ചു തീർക്കണം. മക്കളോ? രണ്ടുപേരും സ്കൂളിൽ നന്നായി പഠിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയാണ് മാഡം എനിക്കൊരു അവസരം കൂടി തന്നതെന്ന് ഞാൻ എപ്പോഴും അവരോട് പറയും. ഗോവിന്ദൻ മാന്യമായിട്ട് ജീവിക്കുകയാണെന്ന് എനിക്കറിയാം. എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ഗോവിന്ദന്റെ സഹായം ഞാൻ ചോദിച്ചത്. ബുദ്ധിമുട്ടായോ? ഞാൻ ഫീൽഡ് വിട്ടതുകൊണ്ട് സംഗതി ഒപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പലരുടെയും സംശയം ഞാൻ അവരെ പോലീസിന് പിടിച്ചുകൊടുക്കാൻ വേണ്ടിയാണോ ചോദിക്കുന്നതെന്നായിരുന്നു. അവസാനം ഒരുത്തന്റെ അടുത്ത് ചോദിച്ച് സംഗതി ഒപ്പിച്ചു.